ഉണക്കച്ചെമ്മീൻ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഞങ്ങൾ പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി ചോറിനും പഴങ്കഞ്ഞി കുടിക്കുമ്പോഴും ഒക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി തിന്നുക പതിവുണ്ട്. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എടുക്കുക. ഇവിടെ നമ്മൾ ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അല്ലേ അമ്മി? ഇത് എത്ര കാണും ഈ ഉണക്കച്ചെമ്മീൻ? 150 ഗ്രാം. 150 ഗ്രാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങ, കുറച്ച് ഒരു 6-7 വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കരിന്തൊലി മാറ്റിയിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ കരിന്തൊലി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തെ തൊലി അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. മാറ്റിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ വെളുത്തുള്ളിയുടെ അല്ലി മീൻ പറയുന്നത് അല്ലിയായിട്ട് എടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണിത്. ഇതൊരു 8-9 വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണം അതിന് മുന്നിൽ നിൽക്കാൻ. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ഒരു കുടം വെളുത്തുള്ളി എടുക്കാമോ മമ്മി? ഇത് ഒരു കുടമുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ, ഒരു കുടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. പിന്നെ കൊച്ചുള്ളി 6 കൊച്ചുള്ളി. മറ്റേതെന്തോമ്മി? കാന്താരി. ഇത് കുറച്ച് കാന്താരി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം അവിടുന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു. അത് ഉണക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഉണക്ക കാന്താരിയും കൂടെ വെച്ച് ഇതിനകത്ത് വെച്ച് പൊടിക്കാമെന്ന് വിചാരിക്കുന്നു. മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്ക കാന്താരിയാണ്. അപ്പോൾ കാന്താരി നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ട് മുറത്തിലിട്ടിട്ട് വെയിലത്ത് കുറേ ദിവസം വെച്ചാൽ മതി. അപ്പോൾ മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഗൾഫിൽ നല്ല ചൂടാണ്. അപ്പം ഞാൻ വെളിയിൽ വെച്ച് ഇത് ഉണക്കിയെടുത്ത കേട്ടോ. നല്ല കിരികിരാന്ന് കേൾക്കണം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ എത്ര നാൾ വേണേലും ഇത് വെളിയിലിരുന്നോളും. ഇപ്പോൾ ഇത് കണ്ട് ഈ ചമ്മന്തിക്കകത്ത് പൊടിക്കുമ്പോൾ കണ്ടില്ലേ നല്ല ചൂടാക്കേണ്ട ആവശ്യമില്ലാണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ചമ്മന്തിക്കകത്ത് പൊടിക്കാൻ ഇത് തന്നെ മതി. മമ്മി ഉണക്ക മമ്മി നാട്ടിൽ നിന്നപ്പോൾ ക്ലീൻ ചെയ്തല്ലേ കൊണ്ടുവന്നേ? ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നേ. അത് അടപ്പേ വെച്ച് വറുത്ത് മുറത്തിനകത്തിട്ട് തല്ലി പാറ്റി പറക്കി അതിൻ്റെ തലയും വാലും തൊണ്ടും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ചെമ്മീന. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതൊന്ന് തണുത്തത് കൊണ്ട് പൊടിയാനായിട്ടൊന്ന് ചെറുക ചൂടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കത് ഫ്രൈ പാനിനകത്തോട്ട് നമുക്ക് ചൂടാക്കാം, ഇട്ട് കൊടുക്കാം. എന്നിട്ട് മമ്മി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് ഇതിനകത്ത് ഒരു നിറത്തിന് വേണ്ടി. മറ്റേ ഉണക്ക കാന്താരിയാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു നിറത്തിന് വേണ്ടി 2 വറ്റൽമുളകും കൂടി ഇതിനകത്ത് പൊടിച്ച് ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. എരിവിനനുസരിച്ചുള്ള 6-7 വറ്റൽമുളക് എടുക്കണമായിരിക്കും അല്ലേ അമ്മി? 6-7 വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കാന്താരി ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അല്ലേ അമ്മി? കൈ ചൂടാവുന്നത് ഒന്ന് ചൂടായി കിട്ടണം, അത്ര മാത്രം മതി. അപ്പോൾ മിക്സിയിൽ അങ്ങ് പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. നല്ലതായിട്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്ന് തണുത്ത് വരണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കാന്താരി ഇട്ട് കൊടുക്കുവാന്നേ. ചെമ്മീൻ്റെ കൂട്ടത്തിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വറ്റൽമുളകുണ്ടല്ലോ, അതും എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാമേ. ചെമ്മീൻ പിന്നീട് നമ്മൾ പൊടിക്കുന്നുള്ളൂ. തേങ്ങയൊക്കെ ഒന്ന് കറക്കി എടുത്തിട്ട് ചെമ്മീൻ പൊടിച്ച് കൊടുക്കാം. കാരണം ചെമ്മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു വരും. അതുകൊണ്ട് വറ്റൽമുളക് കൂടി എൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ എൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മിക്സി ആണെങ്കിൽ 2 ട്രിപ്പായിട്ട് ഇതിനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തോണ്ടിരാം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത് അല്ലേ അമ്മി? ഒരുപാട് അരയത് പൊടിഞ്ഞാൽ മതി, ജസ്റ്റ് പൊടിഞ്ഞാൽ മതി. അതുകൊണ്ട് ആദ്യം ഇതിനെ നമുക്കൊന്ന് കറക്കി എടുത്തോണ്ട് വരാം. ഇതാണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു പോയിട്ടില്ല കേട്ടോ, ജസ്റ്റ് കറക്കി എടുത്തോണ്ട് വന്നേ ഉള്ളേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കങ്ങ് ചെമ്മീൻ ഇട്ട് കൊടുത്താലോ അമ്മി? ചെമ്മീനും കൂടി ഇട്ട് പൊടിക്കാം. അപ്പോൾ മിക്സിയിലെല്ലാം കൂടെ ഒന്നിച്ച് പൊടിഞ്ഞ് എടുക്കാൻ പാടാണേ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് തേങ്ങ ഇപ്പം അങ്ങ് മാറ്റിയിട്ട് ഇതിലോട്ട് കുറച്ച് ചെമ്മീനിട്ട് ആണ് പൊടിക്കുന്നത്. കുറച്ച് തേങ്ങ അങ്ങ് മാറ്റി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കൊഞ്ചിൻ്റെ പകുതി കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇട്ടതൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അങ്ങനെ അങ്ങ് അരയണ്ട. അങ്ങനെ അരയണോ അമ്മി? വേണ്ട, പൊടിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പം ജസ്റ്റ് കറക്കി എടുത്തുകൊണ്ട് വരാം. 2 ട്രിപ്പായിട്ട് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്ന ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ചോപ്പർ ഉണ്ടല്ലോ, എന്നാൽ എല്ലാം കൂടെ ചോപ്പറിലിടാം. എനിക്ക് ചോപ്പറിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ചോപ്പറിൻ്റെ അകത്തോട്ട് ഇതങ്ങ് മാറ്റി കേട്ടോ. ചോപ്പറിലായപ്പം എനിക്ക് ഒറ്റ ട്രിപ്പിലങ്ങ് അരച്ചെടുക്കാനും പറ്റിയേ. ചോപ്പറിലായതുകൊണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചതഞ്ഞ് കിട്ടി. കണ്ടില്ലേ?
ഇതുപോലത്തെ ചോപ്പർ ഇല്ലാത്തവർ നിങ്ങൾ മിക്സിയിൽ 2 ട്രിപ്പായിട്ട് ഞാൻ മുമ്പ് കാണിച്ചില്ലേ, പകുതി തേങ്ങ കുറച്ച് കൊഞ്ചും കൂടെ അരച്ചെടുക്കുക, അരയ്ക്കല്ല ചതച്ചെടുക്കുക. പിന്നെ രണ്ടാമത് ബാക്കിയുള്ള തേങ്ങയും ബാക്കിയുള്ള കൊഞ്ചും കൂടെ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് കൊണ്ടുവന്ന് മമ്മിക്ക് കൊടുക്കാം. ചമ്മന്തി എല്ലാം പൊടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. പഴങ്കഞ്ഞി നല്ല ചക്കയോ ചീനിയോ ഒക്കെ ഇട്ട് ഇളക്കി പഴങ്കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ മോൾക്ക് ഇതൊരു ലൈക്ക് കൊടുക്കണം, ഒരു കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.